തുടങ്ങിയ പരിപാടിയുടെ ഭാഗമാണ്. ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ ഞാൻ ഈ പരിപാടിയിലേക്ക് വിപുലമായ സ്വാഗതം ആശംസിക്കുന്നു. പ്രിയങ്കരായ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. മുതലായവയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്കൂളാണ്. പവർ ലിഫ്റ്റിങ്ങിൽ ഏതാണ്ട് 7-8 അന്തർദേശീയ താരങ്ങൾ മെഡൽ നേടിയവരുണ്ട്. കാസർഗോഡ് നിന്നും 5-ാം തീയതി ആരംഭിച്ച ലഹരിക്കെതിരായുള്ള പ്രചരണ ജാഥയാണ് ഇതിന്റെ ഭാഗമായാണ് ജില്ലയിലെ ഓരോ ഗ്രാമങ്ങളെ സന്ദർശിച്ച് ലഹരി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ സ്പോർട്സ് കൗൺസിലുകൾ സന്ദർശിച്ച് ആ സ്പോർട്സ് കൗൺസിലുകൾ കായിക പ്രവർത്തനങ്ങൾ ശക്തമായി ആരംഭിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. അതിനുള്ള കൂടുതൽ സഹായങ്ങൾ പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലുകൾ നൽകുക. കേരളത്തിൽ നിലവിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിലും ജില്ലാ സ്പോർട്സ് കൗൺസിലുമാണ് നിലവിൽ. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളുണ്ടെങ്കിൽ 820 പഞ്ചായത്തുകളിൽ സ്പോർട്സ് കൗൺസിലുകൾ രൂപീകരിക്കാൻ നമുക്ക്. ഇതിന്റെ പ്രവർത്തനം വ്യാപകമാക്കണം. പഞ്ചായത്ത് തലങ്ങളിലുള്ള സ്പോർട്സ് കൗൺസിലുകളെ ഉപയോഗിച്ചുകൊണ്ട് കേരള കായിക യജ്ഞം നന്നായി വരും ദിവസങ്ങളിൽ കേരളത്തിൽ രാസലഹരി വിൽക്കാൻ കഴിയാത്ത വിധം എൻഫോഴ്സ്മെന്റ് നമ്മൾ നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും. പോലീസോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റോ നമ്മുടെ പൊതുജനങ്ങളോ രാഷ്ട്രീയക്കാരെല്ലാം അതിൽ നിന്ന് തടുക്കുകയും ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മുടെ ഈ പ്രവർത്തനം കൂടുതൽ നമ്മുടെ കുട്ടികളെ ബന്ധപ്പെട്ടിരിക്കുക. നമ്മൾ കുട്ടികളെ നമ്മൾ പ്രേരിപ്പിക്കണം. ഏതെങ്കിലും ഓഡിയോ ഇതെല്ലാം ബഹുമാനപ്പെട്ട മയക്കുമരുന്ന് എന്റെ ആരോഗ്യത്തെയും കുടുംബത്തെയും സമൂഹത്തെയും തകർക്കുന്ന മാരക വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ സൂക്ഷിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് ഞാൻ വാക്ക് നൽകുന്നു. കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യത്തോടെ നിലനിർത്താൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ്. സമഗ്ര കായികക്ഷമത എന്ന ലക്ഷ്യം മുൻനിർത്തി കായിക പ്രവർത്തനം ഒരു ജീവിതശൈലിയാണ് എന്ന ആശയം ഞാൻ പൂർണ്ണമായും സ്വീകരിക്കും. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും വളരെ അവരെ കളിക്കളങ്ങളിലേക്ക് എത്തിക്കാനും ആരോഗ്യവും ശരീരം ആരോഗ്യവും മനസ്സ് ആരോഗ്യവും സമൂഹം എന്നിവ ഉറപ്പിക്കാൻ ഞാൻ ലഹരി വിമുക്ത കേരളം സൃഷ്ടിക്കുക എന്റെ ജീവിത ദൗത്യമാണ്. നാടിനോടും ജനങ്ങളോടുമുള്ള ഈ കടമ ആത്മാർത്ഥമായി നിറവേറ്റുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു.
പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഒരെണ്ണം കൊടുക്കും സാറേ, ഒരെണ്ണം കൊടുക്കും. ഇതാ കുട്ടികളെ